ജീർണിച്ച് നശിക്കുന്ന ജഡത്തെ അവനെങ്ങനെയാണ് സൗഖ്യം വരിക? പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. അന്യന് ദുഃഖമുണ്ടാക്കുന്നവർ, പരിതാപം മലയാളം സ്പഷ്ടം. പരനു പരം പരിതാപമേകിടുന്നോര് ഏകിടുന്ന ആളുകൾ എരി നരകാബ്ധിയിൽ വീണ് അന്യനെ വിദ്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ വിദ്വേഷിക്കുന്നയാളിന് ദുഃഖം ആരംഭിക്കുന്നു. എരിച്ചിൽ, ഇന്ന് പലരുടെ ഉള്ളിലും കാണുന്ന എരിച്ചിൽ, ഗ്യാസ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞു. ഗ്യാസ് ട്രബിളൊക്കെ തന്നെ, പക്ഷെ എന്തുകൊണ്ടാ ഗ്യാസ് ട്രബിൾ? ഈ എരിച്ചിലാണ്. അന്യന് സുഖം വരുന്നത് ഇഷ്ടമല്ല, സ്വാർത്ഥത, ടെൻഷൻ ഒക്കെ ഇതാണ്. സകല സുഖക്കേടും ഇതുകൊണ്ടാണ്, സകല ദുഃഖങ്ങളും ഇതുകൊണ്ടാണ്. ഇന്നത്തെ സംഭവങ്ങൾ തന്നെ എടുത്തു നോക്കൂ, പണ്ടത്തെ സംഭവം എടുത്തു നോക്കൂ. പാണ്ഡവ കൗരവ യുദ്ധം, ആരെന്ത് സുഖം അനുഭവിച്ചു? കുട്ടിക്കാലം മുതൽ പാണ്ഡവരെ ദ്രോഹിക്കണം കൗരവന്മാർക്ക്. നിരന്തരം ദ്രോഹചിന്തയ്ക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. എന്താ, 2 പ്രാവശ്യം കള്ളച്ചൂത് കളിച്ചു. ഇവർക്ക് എന്ത് സൗഖ്യം കിട്ടാനാണ്? നേരെ മറിച്ച് വ്യാസനും ഭീഷ്മരും സത്യമറിയാവുന്നവർ കൃഷ്ണനും ഒക്കെ പറഞ്ഞു, പകുതി രാജ്യം കൊടുത്തേക്ക്. ഭീഷ്മർ ശരസേനത്തിൽ കിടക്കുമ്പോൾ പോലും പറയുന്നു, ദുര്യോധന പകുതി രാജ്യം കൊടുക്ക. എന്താ, ഇരുകൂട്ടർക്കും ചക്രവർത്തിമാരെ പോലെ സുഖമായി ജീവിക്കാമായിരുന്നു. പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുത്ത് പകുതി രാജ്യം കൗരവന്മാരും അംഗീകരിച്ചിരുന്നു എങ്കിൽ അവസാനം വരെ അതിന് മുതിരുന്നില്ല. പരനു പരം പരിതാപമേഖണം, കൗരവന്മാർക്ക് നിരന്തരം പാണ്ഡവന്മാരെ ദ്രോഹിക്കണം. എന്തെല്ലാം പദ്ധതികളാണ്! അരക്കില്ലത്തിലിട്ട് ചുടാൻ ശ്രമിച്ചു, കള്ളച്ചൂത് കളിച്ചു, പാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയെ പരിഹസിച്ചു, ദ്രോഹിച്ചു. ഇങ്ങനെ പോകുന്നു. ഒടുവിൽ ഇവിടെ ചെന്ന് പറ്റി ഈ സത്യം അറിയാനേ കൂട്ടാക്കിയില്ല. ഇത് ലോകഗതി ഇങ്ങനെയാണ്. ഇന്നും നടക്കുന്ന എന്താ? ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത് തന്നെയാണ്. ഈ സത്യം അറിയാതെ ജഡ സമ്പത്തിന്റെ പുറകെ സാമ്രാജ്യങ്ങൾ പോലും ഓടുന്നു. അന്ധമായ മതങ്ങളുടെ പുറകെ ഓടുന്നു. ഇന്ത്യയും പാകിസ്ഥാനും, പാലസ്തീനിൽ 2 കൂട്ടരെ, ഇറാഖും അമേരിക്കയും ഒക്കെ നോക്കുക. ഒക്കെ ഇതാണ്. ഇത് നടക്കും. ഇതിനൊന്നും അന്തിമമായ പരിഹാരമില്ല. നമുക്ക് വ്യക്തിപരമായി ഈ സത്യം ഉൾക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ പറ്റുമോ എന്ന് മാത്രം തൽക്കാലം ഓർമ്മിച്ചാൽ മതി. അതിന്റെ കൂട്ടത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടി എന്താ ചെയ്യാവുന്നത് ചെയ്യാം. പക്ഷെ ലോകമൊന്നും പെട്ടെന്ന് അങ്ങനെ നന്നായി തരികയില്ല. അജ്ഞതയുടെ കൂരിൽപ്പെട്ട് പിടയുന്ന ലോകം എവിടെ നന്നാവാനാണ്? വിവേകാനന്ദ സ്വാമി ആരംഭത്തിൽ ഇവിടെ ഒരു പട്ടിയെങ്കിലും പട്ടിണി കിടക്കുന്നിടത്തോളം ഞാൻ തിരിച്ചു വരും എന്നൊക്കെ ഉച്ചസ്ഥരം പ്രഖ്യാപിച്ച ആളാണ്. ഒടുവിൽ എന്തു പറയുന്നു? ശിഷ്യനെ വിളിച്ച്, കുഞ്ഞെ, ഒക്കെ അബദ്ധം, ഞാൻ പറഞ്ഞതൊക്കെ അബദ്ധം. എന്താ കാര്യം? ഞാനില്ല, നീയില്ല, ഈ ജഗത്തില്ല. വിവേകാനന്ദ സ്വാമി ശിഷ്യനെ വിളിച്ച് പറയുകയാണ്, ഇവിടെ ഒരൊറ്റ സത്യമേ ഉള്ളൂ, പരമാത്മാവ് ബ്രഹ്മം. ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു, വ്യക്തമായി. നീയും അനുഭവിക്കുക, എല്ലാവരോടും പറഞ്ഞു നടക്കുക. അപ്പോ ദുഃഖിക്കുന്നത് ചക്രവർത്തിയാണോ, അമേരിക്കൻ പ്രസിഡന്റാണോ, ഇറാഖ് പ്രസിഡന്റാണോ, അതൊന്നും ചിന്തിക്കരുത്. അവിടെയൊക്കെ ഓരോ വ്യക്തികളുടെയും ജീവിതാന്ത്യം പരിശോധിച്ച് നോക്കുക. കൂരിരുട്ട്, ദ്രോഹിക്കാൻ ശ്രമിച്ചു, യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി. ആത്മാവ് ഒരിക്കലും തെളിയില്ല. ഓർത്തിടണം, പരനു പരം പരിതാപം ഏകിടുന്നോരെരി നരകാബ്ധിയിൽ വീണുഴന്നിടുന്നു.
എത്ര പേരാണ് എന്തിനിത് ചെയ്യുന്നു? ഒരു സത്യനിഷ്ഠന് പരിഹാരമാർഗം കണ്ടെത്താൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും. അല്പമൊക്കെ വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ മതി. പക്ഷേ പരന് പരിതാപമുണ്ടാക്കി തന്റെ സ്വാർത്ഥമുയർത്താൻ കച്ചകെട്ടിയിരിക്കുന്ന ഒരാളിന്, അതാണ് ജീവിത ലക്ഷ്യമെന്ന് തീർത്ത ഒരാളിന് എങ്ങനെ അത് സാധിക്കും? എന്തുകൊണ്ടങ്ങനെ ഒരു ജീവിത ലക്ഷ്യം വന്നു? ഈ സത്യം അറിയുന്നില്ല. സർവം ഈശ്വരമയം എന്ന സത്യം, ശാസ്ത്ര സത്യം അയാൾ ക്ലേശവും പിടിയില്ല. അതുകൊണ്ട് പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഇതെവിടെ നോക്കിയാലും കാണാം. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു നോക്കണം എന്ന് മാത്രം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു? അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് ആവിയെ ആവരിച്ചിടുന്നു. അവൻ ഇവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്നു. അവശതയാം അവിവേകമൊന്നിനാലേ. എന്തുകൊണ്ടാണ് ഈ ഒരു അവിവേകം? അവിടെയാണ് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ആത്മാവിനെ മറന്നുപോയി? ആത്മാവ് എന്താണെന്ന് അറിയുന്നില്ല. ഞാനുണ്ട് എന്നാ ബോധം രാപകൽ ഉള്ളിലിരുന്ന് വിളിച്ചു പറയുകയാണ്. പക്ഷെ നമ്മളങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ചോദ്യം ഓരോരുത്തരും ചോദിക്കുക. ഞാൻ എന്നെ ശുദ്ധനാക്കാൻ എന്തുകൊണ്ട് മുതിരുന്നില്ല? കാര്യം സ്പഷ്ടം. ജഡസാമഗ്രികൾ നേടി സുഖിക്കാമെന്നുള്ള പരക്കം പാച്ചിൽ, ഇതിനാണ് മോഹം, അജ്ഞാന മോഹം, സത്യം അറിയാതെയുള്ള മോഹം. ശരി, അതെന്തുകൊണ്ട് വന്നു ആ മോഹം? വീണ്ടും ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ മോഹം വന്നു? ആ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല, ആർക്കും പിടികിട്ടില്ല. എന്തുകൊണ്ട് മോഹം വന്നു? ഒരൊറ്റ ഉത്തരം, നിങ്ങൾ മോഹിച്ചതുകൊണ്ട് മോഹം വന്നു. മോഹിക്കാതിരിക്കൂ, മോഹം വരില്ല. സംശയം എന്താ? അതിനാർക്കും വയ്യ. നിങ്ങൾ ഈ ജഡം കൊണ്ട് സുഖിക്കാമെന്ന് മോഹിച്ചു. അല്പം എന്താ ചിന്തിക്കാത്തത്? ഇത് ജനിക്കുന്നതാണ്, ജീർണിക്കുന്നതാണ്, നശിക്കുന്നതാണ്. സ്പഷ്ടമല്ലേ? എവിടെയും അത് കാണുന്നില്ലേ? പിന്നെ എന്തിനാ ഈ ജഡങ്ങളോട് ഇത്രയധികം ഒരു മാനസികമായ ബന്ധം? ജഡങ്ങൾ കൈകാര്യം ചെയ്തോളൂ, കളിപ്പാട്ടങ്ങളെ പോലെ. കൊച്ചുകുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ലേ? അവരതിൽ മോഹിച്ചു പോകാറില്ല. ഏതുപോലെ ഭാഗവതം പറയും, അതുപോലെയാണ് ഈ ജഗത്തും. ഒരു കൊച്ചുകുട്ടി നല്ല കമ്പും മണ്ണും ലാവലയും ഒക്കെ എടുത്ത് ഗംഭീരമായ ഒരു വീട് കെട്ടി നമ്മളൊക്കെ കളിച്ചിട്ടുള്ളതാണ്. അതിനടുത്തിരുന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഒക്കെ ചെയ്തു. അപ്പോഴാണ് അമ്മ വന്ന് കുഞ്ഞ് ഭക്ഷണത്തിന് സമയമായി വരൂ. ആ കുഞ്ഞെന്ത് ചെയ്യുന്നു? താൻ കെട്ടിയ കെട്ടണമൊക്കെ ഒറ്റ തട്ട് മണ്ണ് ഒക്കെ കൂടെ ദൂരെ പോയി ഓടി അമ്മയുടെ കൂടെ പോയി ഭക്ഷണം കഴിക്കുന്നു. എന്താ ഇതൊക്കെ സത്യമാണെന്ന് അവന് വിചാരമില്ല. താൻ കമ്പും ഇലയും കൊണ്ടുണ്ടാക്കിയ വീടും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും അത് കഴിച്ചു എന്നുള്ള അഭിനയവും ഒന്നും സത്യമല്ലെന്ന് അവനറിയാം. സന്ദർഭം വന്നപ്പോൾ തട്ടി ദൂരെ എറിഞ്ഞു പോയി. ഇതുപോലെയാണ് ജഗതീശ്വരനും എന്നാണ്. യഥാ ക്രീഡോപസ്കരാണാം സംയോഗവിഗമാവിഹ ഇച്ഛയാ ക്രീഡിതു സ്യാതാം തഥൈവ ഈശേച്ഛയാ നൃണാം. ഇത് നാരദൻ വ്യാസനോട് പറയുന്നതാണ്. എടോ, ഈ ജഗത്ത് ഒരു കുട്ടി തന്റെ ഇച്ഛയനുസരിച്ച് കളിക്കോപ്പുകൾ ഉണ്ടാക്കുന്നു, കളിക്കുന്നു. സമയം വരുമ്പോൾ തട്ടിയെറിഞ്ഞിട്ട് പോകുന്നു. ഇതുപോലെയാണ് ജഗതീശ്വരൻ. മായ കൊണ്ട് കുറെ ഭ്രമങ്ങൾ ഉളവാക്കുന്നു, ജഗല്ലീല നടത്തുന്നു. വേണ്ടെന്നുണ്ടെങ്കിൽ തട്ടിയെറിഞ്ഞിട്ട് പോവാം. പക്ഷെ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നില്ല? എല്ലാം വേണ്ട പോലെ കാട്ടിത്തരുന്നുണ്ട്. ഈ ലോകത്തിന്റെ പരമദുഃഖം ഇന്ന് പത്രം വായിച്ചാൽ തന്നെ ആർക്കാണ് മനസ്സിലാവാത്തത്? പക്ഷെ പലരും മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. അവര് അതൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടുതൽ കൂടുതൽ കാമക്രോധ വിവശരായി വിദ്വേഷം വർദ്ധിപ്പിച്ച്
ഏത് രംഗത്തും മുമ്പോട്ട് നീങ്ങുകയാണ്. അവര് എരിപൊളി കൊള്ളാതെ അജ്ഞതയിൽ ജീവിതം അവസാനിപ്പിക്കാതെ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ അജ്ഞതയാണെന്ന് എങ്ങനെ അറിയാം? അറിയാനൊന്നുമില്ല. എല്ലാ രാത്രിയിലും ഉറങ്ങാറില്ലേ? ആ ഉറക്കത്തെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. ഉറക്കം, ഗാഠനിദ്ര, സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കം. ആ ഉറക്കത്തിൽ ആരൊക്കെ ഉണ്ട്? ഒരിരുണ്ട മറ, അതിന്റെ പിന്നിൽ കേവല സുഖം അനുഭവിക്കുന്ന ആത്മാവ്, സുഖം മാത്രം. ഒരിരുണ്ട മറ, അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഗാഠനിദ്രയിൽ നമുക്കൊക്കെ മനസ്സിലാവും. സുഷുപ്തിയുടെ വിശകലനമാണ്. അതാണ് അടുത്ത പദ്യം. ഗാഠനിദ്ര. എന്താ വേറെ വല്ലതും ഉണ്ടോ? കേവല സുഖം അനുഭവിക്കുന്ന ആത്മാവ്, സുഖം മാത്രം. ആരുറങ്ങിയാലും ശരി, കടുവായാലും ശരി, സന്യാസിയായാലും ശരി, കേവല സുഖം ഉറക്കത്തിൽ. കടുവയും സന്യാസിയും അനുഭവിക്കുന്ന സുഖം തുല്യം, ഒരു വ്യത്യാസമില്ല. അതാണ് ബ്രഹ്മസുഖം, ബ്രഹ്മാനന്ദം ഗാഠനിദ്രയിൽ. പക്ഷെ ഒരു മറ, അനുഭവവേളയിൽ അറിയാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. സുഷുപ്തിയിൽ അനുഭവിക്കുന്ന സുഖം അനുഭവിക്കുമ്പോൾ അറിഞ്ഞാൽ ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം. നമ്മളൊക്കെ എല്ലാ ദിവസവും ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേർന്നുണ്ട്. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? ഒരു മറ. ഈ മറ എവിടുന്ന് വന്നു? അത്യന്തം സ്പഷ്ടം. ഉണർന്നിരുന്നപ്പോ എന്തെന്തെല്ലാം ആഗ്രഹങ്ങൾ, എന്തെന്തെല്ലാം ഭേദചിന്തകൾ, രാഗദ്വേഷങ്ങൾ, സങ്കല്പങ്ങൾ, അവയെല്ലാം അലിഞ്ഞു ചേർന്ന് ഒരു ഇരുണ്ട മറയായിരിക്കുകയാണ്. വേറൊന്നും വരാൻ പറ്റില്ലല്ലോ. ഒരു കടുവായുടെ സങ്കല്പങ്ങൾ, അതിന്റെ ചിന്തകൾ ഒക്കെ അലിഞ്ഞു ചേർന്ന് അതിന്റെ മറയായി വർത്തിക്കവേ അതിന്റെ ആത്മാവ് ബ്രഹ്മസുഖം അനുഭവിക്കുന്നു. ഈ അജ്ഞാനം, ഇതാണ് അജ്ഞാന മറ, അറിവില്ലായ്മയുടെ മറ. ഇതെങ്ങനെ അറിയാം? ഉണർന്നു വരുമ്പോ ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അനുഭവിക്കാത്തത് ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾ ഉണർന്നു വരുമ്പോ ചോദിക്കൂ, ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്നു വരികയാണ്, ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല, ആ സുഖം പോലും ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ഇതൊക്കെ എല്ലാ ദിവസവും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്യാൻ പോലും നാം കൂട്ടാക്കാറില്ല. അത്രേ ഉള്ളൂ.